നമസ്കാരം. തിരുവനന്തപുരത്ത് ആമേച്ചൻ തോടിൽ ജോയ് എന്ന ഒരു തൊഴിലാളി മുങ്ങി മരിച്ചപ്പോൾ നഗരസഭയുടെ മേയറായ അതായത് നഗരമാതാവായ ആര്യ രാജേന്ദ്രൻ കുറ്റം മുഴുവൻ റെയിൽവേയുടെ തലയിൽ കെട്ടിവെച്ചൊരവസ്ഥയുണ്ടായി. അങ്ങനെ വി ശിവൻകുട്ടി എം പി രാജേഷൊക്കെ കളത്തിലിറങ്ങി ഇതൊന്നും നമ്മുടേതല്ല, അതായത് നഗരസഭയുടെ ഉത്തരവാദിത്തമേ അല്ല ആമേച്ചൻ തോട് വൃത്തിയാക്കുന്നത് എന്ന രീതിയിൽ വരെ കാര്യങ്ങളെത്തി. കംപ്ലീറ്റ് റെയിൽവേയുടെ തലയിൽ കൊണ്ടുവച്ചു. അവസാനം സഹികെട്ട് റെയിൽവേയുടെ തലവത്തിരിക്കുന്ന ജനറൽ മാനേജർ വിജി ഇറങ്ങി വന്നിട്ട് പത്രക്കാരോട് പറഞ്ഞു, നമ്മളത് പോകാനായിട്ട് പ്രത്യേക ചാല് സംവിധാനമുണ്ട്, വേസ്റ്റ് എല്ലാം അതിലേക്കാണ് പോകുന്നത്, വെള്ളം മാത്രമേ ഇതിലേക്ക് പോകുന്നുള്ളൂ, റെയിൽവേക്ക് പ്രത്യേക ഓടയുണ്ട്, ഈ കപ്പുകൾ അല്ലെങ്കിൽ ഈ പാക്കറ്റുകൾ കവറുകളൊക്കെ പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഇതിലേക്ക് ആമേച്ചൻ തോടിലേക്ക് ഒഴുകി വരാതിരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഗിർല് സംവിധാനം അതിൽ വെച്ചിട്ടുണ്ട്, അതിൽ വന്ന് അടഞ്ഞു നിൽക്കും എന്ന രീതിയിൽ അവർ തെളിവ് സഹിതം പുറത്തുവിട്ടതാണ്. അപ്പോൾ സർക്കാരിന് ഇപ്പോൾ ഏത് രീതിയിലായാലും പിണറായി സർക്കാരിന്റെ മുഖം രക്ഷിക്കേണ്ട ഒരു അവസ്ഥയാണ്. മേയറിനെ മാറ്റാൻ പറ്റില്ല എന്ന് കഴിഞ്ഞ KSRTC വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ പാർട്ടി പറഞ്ഞതാണ്. അങ്ങനെ മേയറിനെ മാറ്റി കഴിഞ്ഞാൽ മേയറിന് അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് വരികയും ചെയ്യും. പിന്നെ മേയറിനെ പിടിച്ച് ഏതെങ്കിലും ഒരു വകുപ്പിൽ ഇരുത്താൻ പറ്റില്ല. കാരണം ജനങ്ങളുടെ മനസ്സിൽ മേയറിന് ഒരു ബ്ലാക്ക് മാർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഏതെങ്കിലും പാർട്ടിയുടെ ഒരു ഉയർന്ന സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വകുപ്പിലേക്കോ മേയറിനെ പരിഗണിക്കാൻ പറ്റില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ജില്ലാ കളക്ടറുടെ തലയിൽ എല്ലാം കെട്ടിവെച്ച് ജില്ലാ കളക്ടറിനെ മാറ്റിയാൽ ഒരു പരിധിവരെയെങ്കിലും ജനരോക്ഷം കുറയ്ക്കാം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആമേച്ചൻ തോടിലെ ജോയ് മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു ജനരോക്ഷം സർക്കാരിന്റെ ഭാഗത്തുള്ള തെറ്റുമറിക്കാൻ ജില്ലാ കളക്ടറുടെ ഭാഗത്തേക്ക് തലയിൽ കെട്ടിവെക്കാനാണ് ഇപ്പോൾ പിണറായി സർക്കാർ നോക്കിയത്. അതിന്റെ ആദ്യ പടിയാണ് ജില്ലാ കളക്ടറായ ജെറോമിക് ജോർജിനെ സ്ഥലം മാറ്റിക്കൊണ്ട്, അതായത് ജില്ലാ കളക്ടർ സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ നീക്കിയിരിക്കുകയാണ്. ഒരു കാര്യം തുറന്നു പറഞ്ഞാൽ ഈ ആമേച്ചൻ തോടിലെ വിഷയം മാത്രമല്ല, വർക്കലയിലും ഈ കളക്ടർ വില്ലനായി എന്ന് തന്നെ എടുത്തു പറയണം. അനേക ലക്ഷം ഹിന്ദുക്കളുടെ പുണ്യഭൂമിയായ വർക്കല പാപനാശത്തെ ഹെറിറ്റേജ് ക്ലിഫ് ഇടിച്ചത് ഇതേ കളക്ടറാണ്. ഈ ജെറോമിക് ജോർജ് ഒരു ദിവസം ആ കുന്നു മുഴുവനും ഇടിച്ച് നിരത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് വലിയ തോതിൽ ഒരു പ്രതിഷേധത്തിന് വഴിവെച്ചു. പാപനാശത്ത് പാപം ചെയ്ത കളക്ടർക്കെതിരെ കേന്ദ്ര സർക്കാരിൽ പരാതി നൽകുകയും നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അന്ന് തന്നെ സ്ഥലത്തെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയുണ്ടായി. ഇതേ കളക്ടർ ജെറോമിക് ജോർജാണ് കുഴിനകം നോക്കാൻ സർക്കാർ ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ച് വരുത്തിയത്. അന്നും ഏറെ പഴി കേട്ടിരുന്നു ഈ ജെറോമിക് ജോർജ്. ജനറൽ ആശുപത്രിയിലെ സർജറി ഡോക്ടറെയാണ് ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് കവടിയാറിലെ ഔദ്യോഗിക വസതിയിലേക്ക് വിളിച്ചു വരുത്തിയത്. കുഴിനഖമായിരുന്നു കളക്ടറുടെ രോഗം. കളക്ടർക്ക് നഖത്തിലെ പഴുപ്പ് വൃത്തിയാക്കുന്നതിനുള്ള നിസ്സാര ചികിത്സ മതിയായിരുന്നു. ഇതിനായി രോഗികൾ വരി നിൽക്കുന്ന തിരക്കേറിയ സമയത്ത് തന്നെ OPയിൽ നിന്നും ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതാണ് വൻ വിവാദമായത്. മാസങ്ങൾക്ക് മുമ്പും കളക്ടർ ചികിത്സയ്ക്കായി ഔദ്യോഗിക വസതിയിലേക്ക് ഡോക്ടറിനെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പേരൂർക്കട ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടറുടെ സേവനമാണ് ആവശ്യപ്പെട്ടത്. 3 മാസം മുമ്പ് നടന്ന സംഭവത്തിൽ അന്നും കളക്ടർക്കെതിരെ ഡോക്ടർമാരുടെ സംഘടന പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ജനറൽ ആശുപത്രിയിലെ തിരക്കേറിയ വിഭാഗമാണ് സർജറി OP വിഭാഗം. ദിവസേന 500ഓളം പേരാണ് ചികിത്സയ്ക്കായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടറെ നേരത്തെ കണ്ടുമുട്ടാൻ പുലർച്ചെ 5 മുതൽ സർജറി OPയിലേക്ക് ടോക്കൺ എടുക്കാൻ ആളുകൾ കൂട്ടത്തോടെ നിൽക്കേണ്ടതുണ്ട്. കേരളം ആരോഗ്യ മേഖലയിൽ മുൻപന്തിയിലാണെന്നും ഓരോ മാസവും അവാർഡുകൾ കിട്ടുമെന്ന് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിരന്തരം പറയുന്നുണ്ട്. അപ്പോഴാണ് വെളുപ്പാങ്കാലത്ത് 4 മണി അല്ലെങ്കിൽ 5 മണി സമയത്ത് തന്നെ മെഡിക്കൽ കോളേജിലും ജനറൽ ആശുപത്രിയിലും ഉൾപ്പെടെയുള്ള പ്രധാന സർക്കാർ ആശുപത്രിയിൽ OPക്കായി ജനങ്ങൾക്ക് ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. ഇതിപ്പോ ഗുജറാത്തിലോ UPയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ തുറന്ന് സംസാരിക്കാൻ ഡിവൈഎഫ്ഐയും വീണ ജോർജിന്റെ ഒക്കെ ഇടതുപക്ഷ സർക്കാരുകൾ ഇങ്ങനെ അവരുടെ സമമാധ്യമങ്ങളിൽ ഫോട്ടോ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. ആരോഗ്യ മേഖലയിൽ 1-ാം നമ്പർ എന്ന് പറഞ്ഞിട്ട് പോലും ഈ അടിസ്ഥാനമായ ഒരു കാര്യത്തേക്ക് ഒരു സാങ്കേതിക സംവിധാനം കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഈ വെളുപ്പാങ്കാലത്ത് വന്ന് ക്യൂ നിൽക്കുന്നത് തടയാനോ പോലുമുള്ള ഒരു സംവിധാനം ഇതുവരെയായിട്ട് സർക്കാർ കൊണ്ടുവന്നില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. അത് വെറും നാണം കെട്ടൊരു കാര്യമാണ്. എന്നാൽ പ്രതിഷേധമൊക്കെ ആയതിനു ശേഷം രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 1 വരെ OP നൽകണമെന്ന് DMO നിർദ്ദേശം വന്നു. തുടർന്ന് ഓരോ ദിവസവും 500ഓളം രോഗികൾ സർജറി OPയിൽ ചികിത്സയ്ക്കായി എത്തുന്നുണ്ട്. അതിനിടെയായിരുന്നു പൊതുജന ആരോഗ്യ സംവിധാനം തകിടം മറിച്ച് കളക്ടറുടെ നടപടി. ഈ സംഭവത്തിലും കളക്ടർക്കെതിരെ അധികാര ദുർവിനിയോഗമാണെന്ന് KGMO ആരോപിക്കുന്നുണ്ട്. സ്വകാര്യ ആവശ്യത്തിന് വസതിയിലേക്ക് വിളിച്ചു വരുത്തിയ നടപടി പ്രതിഷേധാർഹമാണെന്നും KGMO പറയുന്നുണ്ട്. അതായത് കുടപ്പനക്കുന്നിലാണ് ജില്ലാ കളക്ടറുടെ ഓഫീസ്. അവിടെ നിന്ന് ബെർക്കിലോട്ട് സഞ്ചരിച്ചാൽ കുറച്ച് കിലോമീറ്ററേ ഉള്ളൂ, കുറച്ച് കിലോമീറ്റർ ഇല്ല, പേരൂർക്കട ഗവൺമെന്റ് ആശുപത്രി ഉണ്ട്.
അധികാരത്തിന്റെ കസേരയിലിരിക്കുന്ന താങ്കൾക്ക് ഡോക്ടറെ തന്റെ ഔദ്യോഗിക വസതിയിലേക്കോ അല്ലെങ്കിൽ ഓഫീസിലേക്കോ വിളിച്ച് കാലിന്റെ കുഴിനകം പരിശോധിക്കേണ്ട കാര്യമില്ല. അതിനുവേണ്ട വലിയ അസുഖമൊന്നുമില്ല. ഔദ്യോഗിക കാറുണ്ട്, ഡ്രൈവറുണ്ട്, കയറുക, ആശുപത്രിയിലേക്ക് എത്തുക, ഡോക്ടറെ കാണിച്ച് കുഴിനകം പരിശോധിക്കുക. അതാണ് ഒരു ഉത്തമയായ ജില്ലാ കളക്ടറുടെ ആവശ്യം. ഇപ്പൊ താങ്കൾക്ക് പെട്ടെന്നൊരു സ്ട്രോക്ക് വരികയോ അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് വല്ലതും വരികയാണെങ്കിൽ ഓക്കെ, ഓഫീസിൽ നിന്ന് ആരെങ്കിലും വിളിച്ച് പറഞ്ഞ് ഡോക്ടറുടെ സേവനം, അത് ഒരു ജെന്യൂനായിട്ടുള്ള കാര്യമാണ്. അല്ലാതെ ഒരു കുഴിനകത്തിനൊക്കെ ഇത്രയും ജനങ്ങൾ, ആയിരക്കണക്കിന് ജനങ്ങൾ ക്യൂ നിൽക്കുന്ന ഒരു സമയത്ത് ഒരു കുഴിനകം പരിശോധിക്കുന്നതിന്റെ പേരിൽ ഡോക്ടറെ അവിടേക്ക് വിളിച്ചു വരുത്തുന്നത് ഈ IAS എന്ന പദവിക്ക് ചേർന്നതല്ല. താങ്കളെപ്പോലെ തന്നെയും വേറൊരു IAS വനിത ഉണ്ട്. ഇന്ത്യൻ ആക്ടിംഗ് സർവീസ് എന്നാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ പേര് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്കൾ ഇതേപോലെ രീതിയിൽ പോവുകയാണെങ്കിൽ മിക്കവാറും കേന്ദ്രത്തിൽ നിന്നൊരു നടപടി താങ്കൾക്കെതിരെ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. ഇപ്പോൾ ജില്ലാ കളക്ടർ എന്ന സ്ഥാനം മാറ്റിയിട്ട് ചെറിയൊരു പോസ്റ്റിലേക്കാണ് പിടിച്ചിരുത്തിയിരിക്കുന്നത്, ഡയറക്ടറായിട്ട്. ഇനിയും അവിടെയും ഇതുപോലെ പണിയാണ്, നിങ്ങൾ നിരുത്തരവാദപരമായ പണിയാണ് താങ്കൾ കാണിക്കുന്നതെങ്കിൽ കേന്ദ്രം തന്നെ താങ്കളെ ഏറ്റവും ചെറിയൊരു പോസ്റ്റിലേക്ക് പിടിച്ച് ഇരുത്തുമെന്നത് വ്യക്തമാണ്.